ഇന്ന് ഒരാൾ വിവാഹമൊന്നും കഴിക്കാതെ അടിച്ചു പൊളിച്ച് ജീവിച്ച് ജീവിത പങ്കാളിയില്ലാതെ മക്കളില്ലാതെ ഒടുവിൽ ജീവിതത്തിൻ്റെ അവസാനത്തിലെത്തുമ്പം ആ വ്യക്തിയുടെ ജീവിതത്തെ സഭ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ചിലർ വരും, ഞങ്ങൾക്ക് അന്യമതത്തിലുള്ളവരെ കല്യാണം കഴിക്കണം, പക്ഷെ പള്ളി വെച്ച് തന്നെ നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരും. എന്നിട്ട് പള്ളിയോട് പിണങ്ങും. ഒരു 40 കഴിയുമ്പം വല്ലാത്ത ഏകാന്തത തോന്നും. ഞാൻ നേടി, ഞാനൊന്നും നേടിയില്ല. കുറേ കാശെല്ലാം കൊണ്ട് കളഞ്ഞു, കുറേ മാർക്കെല്ലാം വെള്ളം മേടിച്ചു കൊടുത്തു, കുറേ യാത്രയെല്ലാം ചെയ്തു, ഞാൻ എന്ത് നേടി? ഒന്നും നേടിയില്ല. ഏകസ്ഥ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന അവസ്ഥയല്ല കേട്ടോ. അവിവാഹിതരുടെ സംഗമങ്ങളിലെല്ലാം കൂടുതലും വരുന്നത് പുരുഷന്മാർ മാത്രമാണ്. ദൈവത്തിൻ്റെ വിളി അതെന്താണോ അത് വിവാഹ ജീവിതത്തിലേക്കാണെങ്കിൽ കല്യാണം കഴിക്കണം, സമർപ്പിത ജീവിതത്തിലേക്കാണെങ്കിൽ സമർപ്പിത ജീവിതം നയിക്കണം, ഏകസ്ഥ ജീവിതം നയിക്കണം. ഇത് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മൈ സ്റ്റോറി, ഇറ്റ് ഈസ് ഹിസ് സ്റ്റോറി. ഒരു കാലത്ത് ജീവിതത്തിന്റെ സ്വാഭാവിക ഘട്ടമായി കാണുകയും ഇന്ന് അനേകം ചർച്ചാ വിഷയങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന വിഷയമാണ് വിവാഹം. ഇന്ന് നെല്ലും പതിരും ചർച്ച ചെയ്യുന്നു അവിവാഹിതരുടെ വിവാഹകാര്യം. പിതാവേ, ഇന്ന് ഒരാൾ വിവാഹമൊന്നും കഴിക്കാതെ അടിച്ചു പൊളിച്ച് ജീവിച്ച് ജീവിത പങ്കാളിയില്ലാതെ മക്കളില്ലാതെ ബന്ധുമിത്രാദികളൊന്നുമില്ലാതെ ഒടുവിൽ ജീവിതത്തിൻ്റെ അവസാനത്തിലെത്തുമ്പം ആ വ്യക്തിയുടെ ജീവിതത്തെ സഭ എങ്ങനെ നോക്കിക്കാണുന്നു? സഭ എങ്ങനെ നോക്കി കാണാനാ? അവരവരെങ്ങനെ നോക്കി കാണുന്നു ചിന്തിക്കുക. മക്കൾ വേണ്ട, കല്യാണം വേണ്ട, അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നെല്ലാം പറഞ്ഞ് അടിച്ചു പൊളിച്ചു. വാർദ്ധക്യമൊന്നും ആകണ്ട. ഒരു 40 കഴിയുമ്പം വല്ലാത്ത ഏകാന്തത തോന്നും. ഞാൻ നേടി, ഞാനൊന്നും നേടിയില്ല. കുറേ കാശെല്ലാം കൊണ്ട് കളഞ്ഞു, കുറേ മാർക്കെല്ലാം വെള്ളം മേടിച്ചു കൊടുത്തു, കുറേ യാത്രയെല്ലാം ചെയ്തു, ഞാൻ എന്ത് നേടി? ഒന്നും നേടിയില്ല. അതേസമയം ഇച്ചിരി കഷ്ടപ്പെട്ട് കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് മക്കൾ വളർന്നു വരുമ്പം വലിയൊരു പ്രതീക്ഷയാണ്. ഒന്നുമില്ലെങ്കിലും 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു, അവരെ വളർത്തി, അവരുടെ ചിരി കാണുമ്പോൾ, അവരുടെ സന്തോഷം കാണുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ പ്രത്യാശയാണ്. അപ്പോൾ അതിനെ സഭ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനേക്കാളും അതിനെ നോക്കിക്കാണണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എനിക്കിപ്പോൾ അവരോട് പറയാനുള്ളത്, അവർ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കണം. ദൈവം അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ചിന്തിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരമല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ ആ കാര്യം ആവർത്തിച്ച് പറയുകയാണ്. നമ്മളാരും നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കേണ്ടവരല്ല, ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അടിച്ചു പൊളിച്ച് ഞാൻ ജീവിക്കാൻ പോവാ, എത്ര ദിവസം? ഒരു പിടിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വിളി അതെന്താണോ അത് വിവാഹ ജീവിതത്തിലേക്കാണെങ്കിൽ കല്യാണം കഴിക്കണം, സമർപ്പിത ജീവിതത്തിലേക്കാണെങ്കിൽ സമർപ്പിത ജീവിതം നയിക്കണം, ഏകസ്ഥ ജീവിതം നയിക്കണം. ഇത് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മൈ സ്റ്റോറി, ഇറ്റ് ഈസ് ഹിസ് സ്റ്റോറി. അല്ലേ? അവൻ നമുക്കായിട്ട് എഴുതുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ ജീവിതം. അത് ദൈവം നമുക്കായിട്ട് രചിക്കുന്ന ചരിത്രമാണ് നമ്മുടെ എന്നുള്ളൊരു വലിയ ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും. പിതാവേ, ഇന്നത്തെ തലമുറയിൽ പലരും ജാതി മത സഭ അതിർവരമ്പുകൾക്കപ്പുറം നിന്നുകൊണ്ട് പങ്കാളിയെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സഭയുടെ ചില കർശനമായ നിയമങ്ങൾ കാരണം പലപ്പോഴും അതിന് പറ്റാതെ പോകുന്നവരുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പരിധിവരെ ഇന്നത്തെ യുവജനങ്ങളിൽ വിവാഹം നടക്കാത്തതിലൊരു കാരണം ഇതുകൂടായി പോകുന്നില്ലേ? പിതാവിന് തോന്നുന്നുണ്ടോ? ജിത്തി, അങ്ങനൊരു ചിന്ത എനിക്കില്ല. അന്യമതസ്ഥരെ കല്യാണം കഴിക്കാനായിട്ടുള്ള തടസ്സമാണ്. അങ്ങനെ നിർബന്ധമുള്ളവരെല്ലാം സഭ പറയുന്ന ഒന്നും കേൾക്കാതെ തന്നെ അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നൊക്കെ ഉണ്ട്. അത് ഇതിനൊരു തടസ്സമായിട്ട് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ പേരിൽ കല്യാണം കഴിക്കാതെ നിൽക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നമുക്കറിയാമല്ലോ, സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയൊന്നും പറയുന്നില്ല. മനുഷ്യൻ്റെ ആത്മരക്ഷ മുൻനിർത്തി മാത്രമേ സഭ നിലപാടുകൾ എടുക്കാറുള്ളൂ. അല്ലാതെ സഭയിൽ ആൾ കുറയുന്നോ ആൾ കൂടുന്നോ ഇതൊന്നും നോക്കി സഭയൊന്നും ആരോടും ഒന്നും പറയാറില്ല. കാരണം സഭ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സഭയാണെങ്കിൽ നമ്മളാരും ഒന്നും ബേജാറാകേണ്ട കാര്യമില്ല. കർത്താവ് ഈ സഭയെ എന്നുവരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അന്നുവരെ കൊണ്ടുപോയിക്കോളൂ. വിശ്വാസം നഷ്ടപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾ ഉൾപ്പെടുകയാണെങ്കിൽ സഭ പറഞ്ഞു കൊടുക്കും, അത് ശരിയല്ല, അത് ചെയ്യരുത് എന്ന് പറയുകയും, പിന്നെ കൂദാശയിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് കൂദാശ പരികർമ്മം ചെയ്യുന്ന എന്തിനാണ്? ഇപ്പോൾ ചിലർ വരും,
ഞങ്ങൾക്ക് അന്യമതത്തിലുള്ളവരെ കല്യാണം കഴിക്കണം, പക്ഷെ പള്ളി വെച്ച് തന്നെ നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് പള്ളിയോട് പിണങ്ങും. കൂദാശയിൽ വിശ്വാസം ഇല്ലാത്തവരെ എങ്ങനെയാണ്, അവർക്കെങ്ങനെയാണ് കൂദാശ കൊടുക്കുന്നത്? അവർക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ ഒന്നും പേരിൽ വിവാഹം മുടങ്ങി നിൽക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും ജീവിതത്തിൽ ഒന്ന് സെറ്റിലാകാത്തത് കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നവരെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ജോസഫ് ചോദിച്ചോളൂ. പിതാവേ, നമ്മുടെ കൂട്ടത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും വിവാഹം നടക്കാത്ത യുവജനങ്ങൾ അനേകം ഉണ്ടല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടി സഭ എന്തൊക്കെ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്? സഭയ്ക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? മോനെ, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടും അത് നടക്കാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി സഭ എന്താണ് ചെയ്യുന്നത്? വിവാഹം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഓർക്കണം, ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. ഒരു വ്യക്തിയുടെ തീരുമാനം. അതിനത് കുടുംബത്തിന് പോലും ഒരു പരിധി വിട്ട് ഇടപെടാൻ സാധിക്കുകയില്ല. കുടുംബങ്ങൾക്ക് സഹായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പങ്കാളിയെ കണ്ടെത്താനും പിന്നെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും സഹായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സഭയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? സഭയ്ക്ക് ഇവരെ പ്രചോദിപ്പിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നേരെ ഒരു സമയത്തൊക്കെ കല്യാണം കഴിക്കാനും വിവാഹം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളെ മാത്രം ആശ്രയിച്ചല്ലെന്നും ഒരുമിച്ച് ജീവിക്കുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ധൈര്യത്തോടെ ജീവിതത്തെ നേരിടാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള ഒരു പ്രബോധനം കൊടുക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും സഭയ്ക്ക് സാധിക്കും. അതല്ലാതെ അതിനകത്ത് ഒരു വ്യക്തിയുടെ ചോയ്സിൽ ഒരിക്കലും ഇടപെടാനായിട്ട് സഭയ്ക്ക് പറ്റില്ല. ഇന്നയാളെ കല്യാണം കഴിക്കണമെന്നൊന്നും പറയാൻ സഭയ്ക്ക് സാധിക്കുകയില്ല. നമുക്ക് വ്യക്തികളെ പരിചയപ്പെടുത്തി കൊടുക്കാനോ ഒക്കെ സാധിക്കും. പക്ഷേ അതുപോലും ഇപ്പോൾ അവിവാഹിതരുടെ സംഗമങ്ങളൊക്കെ നടത്തുന്നു. അതൊന്നും അത്ര വിജയപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിവാഹിതരുടെ സംഗമങ്ങളിലെല്ലാം കൂടുതലും വരുന്നത് പുരുഷന്മാർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരാരും ഇല്ല ഇവിടെ. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ ഒന്നും ഇവിടെ ഇല്ല. എല്ലാവരും പുറത്തും എല്ലാവരും ഒക്കെ തന്നെ കല്യാണം കഴിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ആൺപിള്ളേരാണ് അങ്ങനെ നിന്ന് പോകുന്നത്. അത് ആൺപിള്ളേർ 30-ാമത്തെ വയസ്സിൽ ആലോചിച്ചാൽ പോരാ, അതൊരു 20-ാമത്തെ വയസ്സിലൊക്കെ ആലോചിക്കണം. ഞാൻ ഇക്കാര്യത്തിൽ പറയാൻ ഒരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ ഹയർ സ്റ്റഡീസിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരു ഡിഗ്രി എങ്കിലും എടുക്കും. ഇപ്പോൾ തന്നെ BSc നഴ്സിങ്ങിന് പോകുന്ന കുട്ടികൾ, അവരത് കഴിഞ്ഞ് MSc നഴ്സിങ്ങിന് പോകുന്നു, അവർ ട്യൂട്ടറാകുന്നു, അല്ലെങ്കിൽ അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവർ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സായിട്ട് പോകുന്നു. അപ്പോൾ ഭയങ്കര ആസ്പിറേഷൻസാണ്. നമ്മുടെ പെൺകുട്ടികൾ കുറച്ചും കൂടെ ആ കാര്യത്തിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു, ഈ പെൺപിള്ളേർ വീട്ടിൽ ഇച്ചിരി ജോലിയൊക്കെ ചെയ്താണ് വളരുന്നത്. അതുകൊണ്ട് അവർ കുറച്ചുകൂടെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് പരിശീലിക്കുന്നതുകൊണ്ടാവാം അവർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. രണ്ട് കാലം നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ സാരിത്തുമ്പി പിടിച്ചുള്ളൊരു ജീവിതമല്ല. നമ്മൾ ആൺപിള്ളേരാണ് വീട്ടിലൊന്നും ഒരു ജോലിയും ചെയ്യത്തില്ല, ഒരു വല്ലാത്ത ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിച്ചായിരിക്കും. നമ്മൾ ആൺപിള്ളേർ ഇച്ചിരി പുറകോട്ട് പോകണം. നമ്മുടെ പേരൻസാണ് നമ്മളെ ആ പരുവത്തിൽ എത്തിക്കുന്നുള്ളതാണ് എൻ്റെ ചിന്ത. ആൺകുട്ടികളെയൊക്കെ ജോലിയൊക്കെ ചെയ്യിച്ചാണ് മിടുക്കരാക്കേണ്ടത്. അതിന് പകരം ഒരു ജോലിയും ചെയ്യിക്കാതെയാണ് നമ്മുടെ അമ്മമാർ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ ആൺപിള്ളേരെ വളർത്തുന്നത്. അതേസമയം പെൺകൊച്ചിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിക്കും. അതുകൊണ്ട് അവർ ഇച്ചിരി സ്മാർട്ടായിട്ട് പോവുകയാണ്. ആൺപിള്ളേർ ഇച്ചിരി അങ്ങ് പതുങ്ങിപ്പോകുന്നതുകൊണ്ട് ഉമ്മാരെ പഠിപ്പിക്കാൻ വലിയ പാട്. പിന്നെ ഇവർക്കെല്ലാം +2 കഴിഞ്ഞാൽ ഉടനെ ഇവർക്കെല്ലാം കാശുണ്ടാക്കണം. അപ്പോൾ എന്നെ എടുക്കും, എവിടെയെങ്കിലുമൊക്കെ കൊച്ചു പരിപാടിക്ക് പോകും. ഈ പരിപാടിക്ക് പോകുന്നവരെയൊന്നും നമ്മുടെ വളരെ ഹയർ ക്വാളിഫിക്കേഷനുള്ള പെൺകുട്ടികൾക്ക് അവരെ വേണ്ട. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ആൺപിള്ളേരോട് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി എങ്കിലും എടുക്കണം. അത് ഇപ്പോൾ തൊഴിലധിഷ്ഠിതമായ ഇഷ്ടംപോലെ ഡിഗ്രികളുണ്ട്, ജോലി കിട്ടുന്ന ഡിഗ്രിയുണ്ട്. അത് തേടിപ്പിടിച്ചത് കണ്ടുപിടിച്ച് എടുക്കണം. നമ്മുടെയൊക്കെ കോളേജുകളിൽ സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. നല്ല തൊഴിൽ കിട്ടുന്ന ഡിഗ്രികൾക്ക് പോലും പഠിക്കാനായിട്ട് ആളില്ലാതെ സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. കാരണം കുട്ടികൾക്ക് പലതും അറിയത്തില്ല, പറഞ്ഞു കൊടുക്കാൻ വിളിച്ചാൽ ഇതുങ്ങളോട്ട് വരികയില്ല. അപ്പം ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് കേട്ടോ. പിതാവേ, നമുക്കറിയാം വിവാഹത്തിനൊരുങ്ങുന്ന യുവജനങ്ങൾക്ക് സഭ നൽകുന്ന പ്രീ ഫോർമേഷൻ കോഴ്സുകൾ വിവാഹത്തോടനുബന്ധിച്ചാണ് നടക്കുക. പക്ഷെ അതിനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉത്തരവാദിത്വം, ആശയവിനിമയം അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഒരു ദീർഘകാല പഠനം അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? കുട്ടികൾക്കല്ല, യുവജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? ഇസബെല്ലയുടെ നല്ല സജഷനാണത്. കാരണം നമുക്കൊരു ലൈഫ് സ്കിൽസ് പഠിപ്പിക്കേണ്ട ഒരാവശ്യം തോന്നിത്തുടങ്ങി. പണ്ട് നമ്മൾ സഭ ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം കുടുംബങ്ങളിൽ നിന്ന് തന്നെ മക്കൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് എല്ലാം കിട്ടുമായിരുന്നു. കാരണം കൂടുതൽ മക്കളൊക്കെ ഉണ്ട്, അപ്പനും അമ്മയും കൂടെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നവർക്ക് കണ്ടുപഠിക്കാം. പിന്നെ അവരും കുറച്ച് ജോലിയൊക്കെ ചെയ്യണം, അല്ലാതെ രക്ഷയില്ല.
ഇപ്പോൾ കൃഷിയൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ മക്കളും കൂടെ ഇറങ്ങിയും കൃഷി ചെയ്യുക. അപ്പോൾ ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുടുംബങ്ങളിൽ തന്നെ ഇതിനുള്ള ഫോർമേഷനും പ്രോഗ്രാംസും എല്ലാം നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അത്ര അണുകുടുംബങ്ങളിലേക്ക് മാറുകയും 1-2 മക്കളായിട്ട് മാറുകയും കാർഷിക സംസ്കാരത്തിൽ നമ്മൾ അകന്നു പോവുകയും ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വരികയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ അങ്ങനെ പറയുമ്പോഴും ഈ ജോലിയെല്ലാം സഭ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് ആരാ ചെയ്യേണ്ടത്? നിങ്ങൾ പറയുന്ന പള്ളിയിലെ വികാരിച്ചും ചെയ്യാനാണ്. പക്ഷെ അങ്ങേർക്ക് ഇപ്പോഴുള്ള ജോലികളൊക്കെ തന്നെ ചെയ്യാനായിട്ട് നേരമില്ലാണ്ടിരിക്കുമ്പോൾ പുതിയ ജോലികൾ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ തന്നെ കഴിവുള്ള ആത്മായ സഹോദരങ്ങളൊക്കെ മുന്നോട്ട് വന്ന് ഇത്തരത്തിലുള്ള മേഖലകളിൽ നല്ല ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. ഇസബെല്ല പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഫിനാൻസ് മാനേജ്മെൻറ്റ് അല്ലേ? നമ്മുടെ ആൾക്കാരെന്താണ്, ഒരു ലോൺ അടുത്ത വർഷത്തെ സാമ്പത്തിക വിനിയോഗം ഇപ്പം തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങണം അല്ലേ? അടുത്ത സാമ്പത്തിക വർഷത്തെ എത്രമാത്രം പണം എനിക്ക് ആവശ്യമായിട്ട് വരുമെന്ന് കണ്ട് ഇപ്പം തന്നെ പ്ലാൻ ചെയ്താൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പലിശ കുറഞ്ഞ ലോണുകൾ നമുക്ക് കിട്ടും. പിന്നെ വിവിധ ക്ഷേമ പദ്ധതികളിൽ നിന്ന് നമുക്ക് എടുക്കാം. അല്ലെ സ്വാശ്രയ സംഘങ്ങളിൽ നമുക്ക് സഹായം കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇതിലൊന്നും പോകത്തില്ല. സമയമാകുമ്പം തലേദിവസമാണ് കാശ് അന്വേഷിക്കുന്നത്. അന്നേരം അത് തരാനായിട്ട് നമ്മുടെ കൊള്ളപ്പലിശക്കാരൻ ചേട്ടൻ മാത്രമേ കാണത്തുള്ളൂ. അവിടെ ചെന്നുള്ളതെല്ലാം പണയം വെച്ച് പൈസയും മേടിച്ചുകൊണ്ട് പോവുക. പിന്നെ ജീവിതത്തിൽ പലിശ മുതൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുക. അതൊരു വല്ലാത്തൊരു അപകടമാണ് ആ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമായി. മാതാപിതാക്കളും ഒക്കെ മക്കൾക്കത് ശ്രദ്ധാപൂർവ്വം പറഞ്ഞു കൊടുക്കേണ്ട സമയം. പക്ഷേ മാതാപിതാക്കൾ തന്നെയാണ് ഈ മണ്ടത്തരം കാണിക്കുന്നത്. അത് കാണിച്ചു വരുമ്പോഴത്തേക്കും വലിയ തകർച്ചകൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ തോന്നും. നല്ല ഒരു സജഷനാണത്. ഇത്തരത്തിലുള്ള നമ്മൾ വിവാഹോരുക്ക സെമിനാർ കല്യാണത്തിന് തലയാഴ്ച കൊണ്ടുപോയി നടത്തുന്നത് അതും കൂടാതെ യുവജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇസബെല്ല പുതിയൊരു സജഷനാണ് സഭയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? പിതാവേ, സഭയിൽ സന്യസ്ത ജീവിതം നയിക്കുന്നവർക്ക് ഒരു ആത്മീയ ഭവനവും സുരക്ഷിതത്വവും സഭ നൽകുന്നുണ്ട്. എന്നാൽ ഒരു സന്യസ്ത ജീവിതവും നയിക്കാതെ വാർദ്ധക്യമാകുമ്പോൾ കുടുംബത്തോടൊപ്പം ഒക്കെ കഴിയുന്നവർക്ക് സുരക്ഷിതത്വവും സാമ്പത്തിക സഹായവും ഒന്നും ലഭിക്കുന്നില്ലല്ലോ. അവിവാഹിതരായിട്ടുള്ളവര് വാർദ്ധക്യ ജീവിതം നയിക്കുമ്പം അവർക്ക് എന്താണ് സഭ നൽകാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉറപ്പുവരുത്താൻ പറ്റുന്നത്? ഒന്നാമത് സഭയെന്ന് പറയുന്നത് ഭൗതികമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമല്ല, അത് രാഷ്ട്രമാണ്. നമുക്കെല്ലാവർക്കും പെൻഷൻ തരാനും ഉത്തരവാദിത്തമുള്ള ഒരു സംഭവം രാഷ്ട്രമാണ്. രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പൗരന്മാർക്കെല്ലാം മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളത്. എല്ലാവർക്കും പെൻഷൻ വേണം, പെൻഷൻ പദ്ധതി വേണമെന്നൊക്കെ ആൾക്കാർ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ സഭയുടെ ദൗത്യം ഭൗതികമായ സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളതല്ല. സഭ എന്താ ചെയ്യുന്നത്? കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. കാരുണ്യം ആവശ്യമുള്ളവർക്ക് കാരുണ്യ പ്രവർത്തനം. അതെങ്ങനെയാണ് സഭ നടത്തുന്നത്? നമ്മുടെ വിശ്വാസികളെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് പിരിച്ചെടുത്ത് നമ്മുടെ ഇടവകയിൽ ഒരാൾക്ക് ആവശ്യമുണ്ട്, അതിന് നമ്മൾ കൊടുക്കുകയാണ്. ഇനി മോൾ ആദ്യം പറഞ്ഞു സന്യസ്തർക്ക് സഭ സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത, മഠം എല്ലാം പണിത് ഇങ്ങനെ റെഡിയാക്കിയിട്ടിരിക്കുന്നു, സന്യസ്തർ അങ്ങോട്ട് വന്ന് കയറി താമസിച്ചാൽ മതി, അവിടെ ഫുഡ് 4 നേരമുണ്ട്. നിങ്ങൾ ഓർക്കണം, സന്യസ്തർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരു ബിഷപ്പും പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു സഭയും കൊടുക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും ജോലി ചെയ്തിട്ട് അവരുടെ ശമ്പളം അവർ പേഴ്സണലായിട്ട് എടുക്കാതെ അവരെല്ലാവർക്കുമായിട്ട് വീതിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് സസ്റ്റനൻസ് ഉള്ളത്. ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഏകസ്ഥരുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവർ ജോലി ചെയ്യുന്നില്ലേ? അവർ ജോലി ചെയ്ത് ഏകസ്ഥരെ പോറ്റണം. അതിനകത്ത് തെറ്റെന്താണ്? നമ്മുടെ വീട്ടിൽ വാർദ്ധക്യം അനുഭവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ്, ഏകസ്ഥൻ എന്ന ആ വാക്ക് ഇത്ര ശരിയല്ല എങ്കിലും അവിവാഹിതയായ ഒരാളുണ്ടെങ്കിൽ വീട്ടുകാരെല്ലാവരും കൂടെ അത് ഏറ്റെടുത്ത് നോക്കണം. കാരണം അയാൾക്കും ആ കുടുംബത്തിൽ അവകാശമുള്ളതല്ലേ. അവർക്ക് റൈറ്റ്സ് ഉണ്ട്, ഈക്വൽ റൈറ്റ്സ് ആണ് അവരെ പോലെ. പിതൃസ്വത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് അതൊന്നും നഷ്ടപ്പെടുന്നില്ല. അതെല്ലാം കുടുംബങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ഇതെല്ലാം കൂടെ സഭയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യത കുറവാണ്. സഭ കൂടുതലും ചെയ്യുന്നത് എന്താ? ഭവനങ്ങളില്ലാത്തവർക്ക് ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കുക. അതെങ്ങനെയാണ്? നമ്മുടെ ആൾക്കാരോട് തന്നെ പറയും,
ഇവർക്ക് വീടില്ല, നിങ്ങളെല്ലാവരും കൂടെ അടുത്ത ഞായറാഴ്ച കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് നമ്മുടെ ജനം ഉദാരമായിട്ട് സഹകരിച്ചു, അവർക്കൊരു വീട് പണിത് കൊടുത്തു. അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായം വേണം, സഭ ഉടനെ ആൾക്കാരോട് പറയും, ഇവർക്ക് പാവപ്പെട്ടവരാണ്, ഇവർക്ക് ചികിത്സാ സഹായമില്ല, നിങ്ങളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇതല്ലേ സഭയുടെ പ്രവർത്തനം. അല്ലാതെ സഭയ്ക്ക് അങ്ങനെ എല്ലാവരുടെയും ലൈഫ് ഉറപ്പ് വരുത്താനുള്ള സംവിധാനങ്ങളൊന്നും നമുക്കില്ലല്ലോ. നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയല്ല, നമ്മൾ ഗവൺമെൻറ് അല്ല, നമുക്ക് ഇങ്ങനെയുള്ള ധനാഗമ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. പിതാവ് സൂചിപ്പിച്ച കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന്റെ പദ്ധതിയിലാണ് നമ്മുടെ കളറെ ഹോം പദ്ധതികളൊക്കെ ഭവന നിർമ്മാണം, കളറെ ഹോം ഉണ്ട്, കളറെ ഡ്രീം ഉണ്ട്, വിദ്യാഭ്യാസ സഹായം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ആരും നോക്കാനില്ലാത്ത അച്ചായന്മാരെ അമ്മച്ചിമാരെ നമ്മുടെ സിസ്റ്റേഴ്സ് നോക്കുന്നുണ്ട് അല്ലേ. എത്രയോ കാരുണ്യ ഭവനങ്ങളാണ് പ്രായമായവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നത്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അത് കുടുംബങ്ങൾ അവരെ കൈയൊഴിയുമ്പോഴൊക്കെയാണ് നമ്മളത് ഏറ്റെടുക്കുന്നത്. പക്ഷേ കുടുംബങ്ങൾ തന്നെ അവരെ നോക്കണം. അവർ ദൗർഭാഗ്യവശാൽ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളും അവരുടെ മാതാപിതാക്കളും ഒക്കെ ഉണ്ട്. ഇനി അതിനൊന്നും ആരും ഇല്ലാത്തവരെ തീർച്ചയായിട്ടും സംരക്ഷിക്കാനായിട്ട് സഭയുടെ സ്ഥാപനങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അംഗങ്ങളായി അതിൻ്റെ നിയമമൊക്കെ അനുസരിച്ച് ജീവിക്കണം. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാകാത്ത ഒരു കാര്യം തന്നെയാണ് സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പിതാവേ, ഈശോ വിവാഹിതനായിരുന്നില്ല എന്നത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളിൽ ഒന്നാണ്. അപ്പം നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ ഒരുപാട് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് വിവാഹം കഴിക്കാതെ ജീവിച്ചവരാണ്. അപ്പം ഇന്നത്തെ യുവജനങ്ങളുടെ ഇടയിൽ ഒരു വീക്ഷണമുണ്ട്, വിവാഹം കഴിക്കുന്നവർ സാധാരണ ജീവിതത്തിലേക്കും വിവാഹം കഴിക്കാത്തവർ അസാധാരണമായിട്ടുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരുമായി മാറുമെന്ന്. അപ്പോൾ ഈ ഒരു വീക്ഷണത്തിനോട് പിതാവിൻ്റെ മറുപടി എന്താണ്? എൻ്റെ വിചാരം, വിവാഹം കഴിക്കുന്നതാണ് ഒരു മഹാകാര്യം. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിക്കുന്നവരാണ് മഹാന്മാർ അല്ലേ. മഹാന്മാരും മഹതികളും. വിവാഹം കഴിക്കാത്തവർ എല്ലാവരും വലിയ ആൾക്കാരാവുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും നമുക്കില്ല. അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല. പിന്നെ ഈ നമ്മുടെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി മറിയുന്നു. അതാണ് യുവജനങ്ങളുടെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ചില സിനിമാ നടിമാരും നടന്മാരും എല്ലാം വിവാഹം കഴിക്കാതെ നിൽക്കുന്ന അവസ്ഥയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് റീൽസ് കൊടുക്കുന്നു, ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അത് മില്യൺസ് ഓഫ് യുവജനങ്ങൾ അതിങ്ങനെ കാണുന്നു. കൊള്ളാം, നമ്മുടെ ഒരു ഐക്കണായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു താരം അല്ലേ, താരാരാധന മൂത്ത് ആ താരത്തെ കണ്ടില്ലേ, സിനിമാ താരം കല്യാണം കഴിക്കാതെ നിൽക്കുന്നു, എനിക്കെന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അപ്പോൾ അവരെല്ലാവരും തന്നെ പറയുന്നത്, ചിലപ്പോഴൊക്കെ അവരുടെ ഇൻ്റർവ്യൂകളിലും ഒക്കെ കാണാൻ സാധിക്കുന്നത്, ഒന്ന്, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഈ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചുമൊക്കെയുള്ള ശരിയായ കാഴ്ചപ്പാടുകളില്ലാത്തത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യർക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ടല്ലോ. അപ്പം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീയോട്, സ്ത്രീ പുരുഷനോട് ചേരുകയും മക്കളെ ജനിപ്പിക്കുകയും അങ്ങനെ ഒരു കൂദാശ സ്വീകരിച്ച്, വിവാഹമെന്ന കൂദാശ സ്വീകരിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് പിന്നെ അതൊരു പ്രത്യാശയുടെ ജീവിതമായിട്ട് മാറുകയാണ്. ഇപ്പോൾ വിവാഹം കഴിക്കാൻ നിൽക്കുന്നവർ, എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് അവരുടേതായ നിലപാടുകൾ കാണും. അവർ ചിലപ്പോൾ വളരെയേറെ ഫ്ലറിഷ് ചെയ്യുന്നുണ്ടാവും ജീവിതത്തിൽ. ഇപ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന ഇന്ത്യയുടെ പഴയ പ്രസിഡന്റ്, അദ്ദേഹം അവിവാഹിതനായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അവിവാഹിതനായി തുടരുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കല്യാണാലോചനകൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആരംഭിച്ചതാണ്. ഒരു ദിവസം പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അദ്ദേഹം രാവിലത്തെ ഫ്ലൈറ്റിന് വന്നു എന്തുകൊണ്ടോ അന്ന് ജ്യേഷ്ഠനും എന്തോ അസുഖമായിപ്പോയി, പെണ്ണ് കാണാനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അദ്ദേഹം അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചുപോയി. പിന്നെ ഈ ചടങ്ങിന് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല എന്ന വളരെ കാഷ്വലായിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അല്ലാതെ വിവാഹം മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അദ്ദേഹത്തിന് പ്രത്യേക സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ടോ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. വിവാഹം കഴിച്ചില്ലേലും ഇയാൾക്ക് ജീവിക്കാൻ പറ്റുകയില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ നമ്മുടെ സഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രബോധനം, എല്ലാവർക്കും ഒരു ദൈവവിളിയുണ്ട്. ചിലർക്ക് ഏകസ്ഥരായിട്ട് ജീവിക്കാനുള്ള ഒരു വിളിയുണ്ട്.
അവർക്ക് ഏകസ്ഥരായിട്ട് നിൽക്കാം. അത് പക്ഷേ സ്വതന്ത്രമായ മനസ്സോടെ ഇതൊരു ദൈവവിളിയാണെന്ന് മനസ്സിലാക്കി സുവിശേഷത്തിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു ജീവിതമായിട്ട് അത് മാറ്റി വയ്ക്കുമ്പോഴാണ് അതിന് സാധ്യതയുള്ളത്. പിന്നെ കുറേ പേരെ സമർപ്പിത ജീവിതത്തിലേക്ക് കർത്താവ് വിളിക്കുന്നുണ്ട്, ബ്രഹ്മചര്യ ജീവിതത്തിലേക്ക്. ബാക്കിയുള്ളവർ മറ്റുള്ളവരെ കുടുംബജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിളി സ്വീകരിച്ച് വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് ഒരു സമൂഹത്തെ വളർത്തുകയും സമൂഹത്തിന് പ്രത്യാശ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കരണീയമായ ഒരു കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞു, അതായത് വിവാഹം കഴിക്കാത്തവർ മഹാന്മാരാകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ മഹാന്മാരും മഹതികളും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന അപ്പന്മാരും അമ്മമാരുമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നത്. നമ്മളൊക്കെ ഒരു ഷേപ്പും ഇല്ലാത്ത പാർട്ടികളായിരുന്നു അല്ലേ? ജനിച്ചു വീണപ്പോൾ നമ്മുടെയൊക്കെ ഷേപ്പ് എന്നതായിരുന്നു? അപ്പൻ പറയും, അപ്പൻ്റെ വീട്ടുകാർ പറയും ആണ്ട് അപ്പനെ പോലെ ആയിരിക്കുന്നു, അമ്മയുടെ വീട്ടുകാർ പറയും അമ്മയെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പും ഇല്ല. അതുകൊണ്ട് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല ഇതാരാന്ന്. ആ ഷേപ്പില്ലാതെ നിൽക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ആദ്യത്തെ ഒരു വർഷം അല്ലേ, എന്ത് കഷ്ടപ്പെട്ടാലാണ് ഈ കുഞ്ഞിനെ ഒന്ന് അപകട നിലയെല്ലാം ഒന്ന് തരണം ചെയ്യിക്കുന്നത്. കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ വളർത്തി അങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ് അവർ. അപ്പോൾ അത് അവരാണ് യഥാർത്ഥത്തിൽ മഹാന്മാരും മഹതികളും. അതുകൊണ്ടാണ് മക്കളെ ജനിപ്പിക്കുന്ന അമ്മമാർക്ക് ചില യൂറോപ്യൻ രാജ്യങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. അവർക്ക് അവധിയെടുക്കാം, ഫുൾ സാലറി. അതുകൊണ്ട് കൊച്ചിന് 4 വയസ്സ് വരെയോ 5 വയസ്സ് വരെയോ ഫുൾ സാലറിയിൽ ഈ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്താം. അപ്പോൾ ആ രാജ്യത്ത് അവർ പറയുന്നത് മക്കളെ വളർത്തുകയാണ് ഏറ്റവും വലിയ ജോലി, ഏറ്റവും മഹനീയമായ കാര്യം. കാരണം ഇവരെ കുഞ്ഞുങ്ങളെ വളർത്തി സമൂഹത്തിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഫുൾ സാലറി കൊടുക്കുകയാണ് ഗവൺമെൻറ്. നമുക്കതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. പിതാവേ, ഇപ്പോൾ പറയുകയുണ്ടായി ഈ ഏകസ്ഥ ജീവിതം എന്ന് പറയുന്നതും ഒരു ദൈവവിളിയാണെന്ന്. പക്ഷേ സമൂഹം അല്ലെങ്കിൽ സഭ എന്ന് പറയുമ്പോൾ സഭയിലെ വ്യക്തികൾ അതിനെ ഒരു ശാപമോ ശിക്ഷയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ദൈവവിളിയാണെന്ന് സഭ എന്തുകൊണ്ട് കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല? അതൊക്കെ പണ്ട് കാലത്തെങ്ങാനും കരുതിയെന്നല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ശാപമായിട്ടോ ശിക്ഷയായിട്ടോ ഒന്നും കരുതുന്നില്ല. ഏകസ്ഥ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന അവസ്ഥയല്ല കേട്ടോ. അത് ഒരു ദൈവവിളിയായിട്ട് കണ്ട് സുവിശേഷത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ആ ഒരു പ്രത്യേക ജീവിതാവസ്ഥ സ്വീകരിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക കൂട്ടായ്മകളും പ്രാർത്ഥനകളും ധ്യാന പരിപാടികളും ഒക്കെ ഉണ്ട് സഭയിൽ. അത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ഏകസ്ഥ ജീവിതം നയിക്കുന്നവർ. അവർ ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. വിവാഹം കഴിക്കാത്ത അവസ്ഥയൊന്നും ശാപമായിട്ടോ അങ്ങനെയൊന്നും കരുതുന്നില്ല. നമ്മളെല്ലാം ഈ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തരുത്. മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യവും തീരുമാനം എടുക്കാനുള്ള കഴിവുമൊക്കെ ഉപയോഗിച്ച് യുക്തമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കാതെ ചെറുപ്പക്കാർ നിൽക്കുന്നതിന് വേറെ ഒത്തിരി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊരിക്കലും ഇത് ശാപമാണ് ശിക്ഷയാണ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഒരു 50 വർഷം മുമ്പിലത്തെ ചിന്തയിലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം നടക്കാതെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് എന്തോ കുഴപ്പമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഈ വിഷയത്തിൽ നെല്ലും പതിരിലും കണ്ടുമുട്ടുന്നത് വരെ നന്ദി. ലോൺ എടുക്കാനായിട്ട് തന്നെ നമുക്ക് കുറേ പ്രൂഫ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പം ഇപ്പം നമ്മൾ കണ്ടുവരുന്നൊരു രീതിയാണ്, നമ്മുടെ വിവാഹങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവരുടെ അതായത് പ്രായം നമ്മൾ വിവാഹത്തിന് മുമ്പേ നമ്മളോട് പറഞ്ഞ പ്രായമായിരിക്കത്തില്ല. അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ അറിയുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. തുടക്കത്തിൽ തന്നെ ഒരു ഭയങ്കര വഞ്ചിച്ചല്ലോ, കളിപ്പിച്ചല്ലോ, പറ്റിച്ചല്ലോ എന്നൊക്കെയുള്ള ചിന്തയാവും. തെറ്റായ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് സമ്മതം കൊടുത്തതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാരേജിൻ്റെ വാലിഡിറ്റിയെ തന്നെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം വിവാഹം എന്ന കുദാശയുടെ സമയത്ത് അപ്പനോടും അമ്മയോടും അല്ലോ ചോദിക്കുന്നത് ഇയാളെ കല്യാണം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണോ എന്ന്. അപ്പനോടും അമ്മയോടും അല്ലേ ചോദിക്കുന്നത്, ഈ പയ്യനോടാണ് ചോദിക്കുന്നത് നിനക്ക് സമ്മതമാണോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അച്ഛന്മാരത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇവൻ പറയുന്നോടം വരെ വെയിറ്റ് ചെയ്യും. സ്നേഹമുള്ളവർ തീർച്ചയായിട്ടും നമുക്ക് നല്ല പയ്യനുണ്ട് കേട്ടോ, നല്ലൊരു പെങ്കൊച്ചുണ്ട് കേട്ടോ, നിനക്ക് പറ്റിയതാ എന്നൊക്കെ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യും. ജീവനോട് തുറവിയില്ലാത്തവരും മക്കളെ വേണ്ടാന്ന് നിർബന്ധമുള്ളവരും ഒന്നും വിവാഹ ജീവിതത്തിലേക്ക് പോകരുത് എന്നാണ്
എനിക്ക് പറയാനുള്ളത്.